വീട്ടിൽ പോടുന്ന് അമ്മ പറയുമ്പോൾ അമ്മ പറഞ്ഞ് നാരായണി ഇവർക്ക് നിൻ്റെ കഴുത്തിൽ കഴിച്ചിട്ട് ഇട്ട് കൊടുക്ക് എന്നെങ്കിലേ ഞാൻ വരുമെന്നാണ് ഓറ് പറയുന്നത്. അപ്പോൾ ഓറ് ഇളയ മൂത്തമ്മ അല്ല പെങ്ങൾ കഴുത്തിൽ കഴിച്ച് എൻ്റെ കഴുത്തിലിട്ട് കറുപ്പിൻ്റെ നൂല് കഴിച്ച് അങ്ങ് വെച്ച്. ഇതെല്ലാം എൻ്റെ മനസ്സിൽ ചെറുതാകുള്ള എൻ്റെ മനസ്സിൽ ഇതെല്ലാം അങ്ങനെ ഓടി നിൽക്കായ എന്നപ്പോൾ ഒരു പരിയും ഇല്ലല്ലോ. അക്കോടക്കാർക്ക് ഏട്ടൻ്റെ ഒക്കെ നല്ല വരിയുണ്ട്, പറമ്പുമുണ്ട്, കണ്ടമുണ്ട്, എല്ലാം ഉണ്ട്. അനക്കൊരു വിണ്ടവുമില്ല. ഞാൻ ആരാൻ്റെ പറമ്പത്ത്. പിന്നെ ഇക്കൂട്ടക്കാർക്ക് കേടിയായിട്ട് എൻ്റെ മോക്ക് പൂജം വന്നിരുന്ന് ഞാൻ അയച്ചു വിട്ടു. അയ്യോരത്തെ കാണില്ല. ഞാൻ അതുകൊണ്ട് ഇനി ഈട് നിൽക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. എൻ്റെ അമ്മ അവരെ കെട്ടിയടിച്ച് കൊണ്ട് നേരം എൻ്റെ അമ്മ ഉണ്ടായിട്ടില്ല. ഞാൻ പോയിട്ട് വന്നേരം ഉണ്ടായി എന്നാൽ ഓളാ വരുന്നത് കെട്ടിയടിച്ച് കൊണ്ടുപോയിരിക്കുന്ന നല്ലതങ്ങ് പറ്റൂലായിരുന്നു. എൻ്റെ മനസ്സിലുള്ള സങ്കടം ഇക്കോട്ടക്കാർക്ക് ആർക്കും തരില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു. അതിലിടക്ക് നമ്മളെ ആപ്പേ അത് ഒന്നാമത്തെ സങ്കടം എനിക്ക് മനസ്സിൽ. ഒന്ന് ഇടക്കാട്ടെ എല്ലാം തരശ്ശീൽ അച്ഛന് കൊടുത്ത പറമ്പും പരിയാന്ന് വെളുത്താങ്കുണ്ടിലാന്ന് മോനെ അച്ഛന് കൊടുത്തതിന് അച്ചാച്ചേ നല്ല കടമില്ലാണ്ട് അമ്മുകുട്ടി ചെക്കൻ്റെ കടം വീടാൻ കഴിയില്ല. ഇപ്പം നിന്നെ കൊണ്ട് നമ്മൾ പറയുമ്പോൾ അച്ചാച്ചൻ വിചാരിച്ച് അത് ഈ മൂത്തപ്പൻ നിൽക്കുന്നെടുക്ക ആപ്പനും പിന്നെ മൂത്തപ്പനും കൊടുത്ത് അതിൽ കടമുണ്ട്. അക്കൂട്ടക്കാർ കടം പേടിക്കുള്ളൂ. അമ്മുകുട്ടി ചെക്കനെ കടം വീടാൻ കഴിയില്ല. അതെല്ലാം വെളുത്താങ്കുണ്ടിലെ പരയും അതും കൊടുത്ത് ആടെ ഈ പറഞ്ഞ പോലെ കുത്ത് ആര് കൂട്ടം കുഞ്ഞാവൻ്റെയും ഗോണി മാറിയുണ്ട്. ആ കുത്താണ് നമ്മൾ ആടെ നടി വരേണ്ടി വന്നത്. എന്നിട്ട് നമ്മളെ ആപ്പൻ ചോദിച്ചല്ല ഇളയമ്മ ചോദിച്ചല്ല. ഇളയമ്മ അനക്ക് 8 വയസ്സുള്ളവരും വന്നത് ഇളയമ്മ. എടാ രാഘവാട് ജാനു തന്നെ ഇളയമ്മ വിളിച്ച് ചോദിച്ച അത്ര ചാലിൽ കൊണ്ടാടുന്ന എന്നതാണ് പൊന്നെ പറയുന്നു. എന്നിട്ട് ഞാനിവിടെ വന്നു. അവൾക്ക് വരുന്നതിലിടക്ക് ഞാൻ കൂടം കറുവാട്ടിന് ഞാനിതെല്ലാം എന്തിനാന്ന് പറയുന്നറിയോ. കൂടം കറുവാട്ടിന് പെണ്ണിനെ പല്ലുണ്ടെന്ന് അന്നു പെണ്ണിനെ പോലെ ചക്കരക്കൈതാനാട്ടിന് പവരേന്ന സ്ഥലത്ത് കൂടം കറുവാട്ടെ അത് വലിച്ചു കൊടുക്കാതെ പറയുമ്പോൾ അമ്മ പറഞ്ഞു കറുവാട്ട അനക്കം മൂരാനുണ്ടല്ലോ. പയ്യമ്മായി പറഞ്ഞു അനക്കം മൂരാനുണ്ടല്ലോ. പൊങ്ങായിക്ക് 2 നെല്ലേ കിട്ടും. മൂരാനുണ്ടല്ലോ. കൂടെ ജില്ലാറ്റിൽ പോയാലാടെന്നും പറഞ്ഞു. രണ്ടാമത്തെ കണ്ട് കറുവാട്ടം വരുന്നു. എന്നിട്ട് പറഞ്ഞു ജാനു അല്ല മാതേ നീ ഒരിക്കൽ ജാനുവിനെ അയക്ക് ഉയൻ്റെ കറുവാട്ട എന്ത് തലവലിക്കാനാണ് പെണ്ണായത് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഓള് കേങ്ങൊന്നും പൊട്ടിക്കണ്ട വെളിച്ചത്തെ കൂട്ടിയിട്ട് ഓൻ്റെ സ്ഥലം വെച്ച് കൊടുത്തേക്കിട്ട് ഞായെന്ന് പറഞ്ഞു. എന്നിട്ട് തല ഒഴിച്ച് കൊടുക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ അന്ന വന്ന് വിളിച്ച് കൊണ്ടുപോയി. അന്നോട് ചെല്ലാൻ മതി രാവിലെ നീ ഭാഗമോളെന്ന് പറഞ്ഞു. ഞാൻ പോയി ചക്കരക്കേന്ന് തലതേച്ചും പൊരിച്ചെത്തി കൂട്ടി. കേങ്ങൊന്നും പൊട്ടിച്ചില്ല. കേങ്ങൊന്നും പൊട്ടിക്കാനാവില്ലപ്പാ. കേങ്ങൊന്നും പൊട്ടിച്ചില്ല. തലതേച്ചും വലിച്ച് കൂട്ടി. ഇവർ തലകെട്ടി തല വെച്ച് കൊടുത്തു. കേങ്ങ് വന്നിട്ട് പയ്യമ്മായിയെല്ലാം മൂർന്ന് വന്നേരം പയ്യമ്മായിയെല്ലാം പൊട്ടിച്ചിട്ടെടുത്ത് അനക്ക് വേണ്ടുന്ന തിന്നാനും തന്നു. അനക്ക് പൊയിങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അനക്കെടുത്തോടാ കേട്ടോ. എന്നിട്ട് അമ്മയോട് പറഞ്ഞു മാതേ നീ വന്നിട്ട് കേങ്ങ് എടുത്തോന്നു. എന്നിട്ട് ചക്കരക്കേങ്ങ് അമ്മയാവ് പോയിട്ട് എടുത്തോണ്ടേ എനിക്ക് എടുക്കാൻ കഴിയില്ലായിട്ട്. ഞാൻ അത്ര ചെറുതാണ്. 50 പൈസ. എന്നിട്ട് 2 പിറ്റേന്ന് രാവിലെ ഇവരൊരു 50 പൈസയും കൊണ്ട് വരുന്നു. കറുവാട്ടാ നിങ്ങൾ ജാനുവിന് കൂലി കൊടുക്കണ്ടേ? മഴയുള്ള ജാനുവിന് കൂലി കൊടുക്കണ്ടേ കറുവാട്ടാ? ജാനുവിന് കൂലി കൊടുക്കണ്ട കറുവാട്ടാ. നിങ്ങൾ കൊടുക്കണ്ട. ജാനുവിന് ഞാൻ കൂലിയെല്ലാം മാത്രമേ കൊടുക്കുന്നു. നീ ഇത് തടസ്സം പറയരുത്. ഇത് ഞാൻ ജാനുവിന് കൊടുക്കുന്നതാണ്. 50 പൈസയും തന്നു കറുവാട്ടെ. ആ പൈസ ഞാൻ പുരക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുരൻ്റെയൊക്കെ പോയി മടങ്ങി വന്നേരത്ത് ഞാൻ ആ പൈസ എടുത്ത് കോയിനെ വാങ്ങാൻ പോയി. എടാ കൂടെ ജില്ലാത്തിനെടുക്കാം ഇത്രയും മോനെ പോയി. അന്ന് കാവൃത്തിയും 2 വീണ്ടും പോയി. അതിനോട് ഞാൻ 50 പൈസ തരണം. ഞാൻ പറഞ്ഞു ഞാൻ 50 പൈസ എടുത്തിട്ട് ഞാൻ 50 പൈസ ചെയ്തിട്ട് 50 പൈസ എടുത്തൊന്ന് കൊടുത്തു. അച്ഛൻ വരുമ്പം കോയിന് ഇങ്ങനെ ഈ കല്ല് ഇതേപോലെ ആരും നിർത്തിക്കുന്നു മുറ്റത്ത് ചേട്ടിക്ക് ഇതെണ്ണ കോയിനെ ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നു. എത്രയായിരുന്നു പൈസ? 50 പൈസ കൊണ്ട് കൊടുക്കും.
ഞാനൊരൊറ്റ പേര് അമ്മേ ഞാൻ കൊണ്ട് കൊടുക്കൂല ഇനി കൂടെ ജില്ലാച്ചിരിക്കുന്നു വാങ്ങിയത്. അമ്മ അറിഞ്ഞു അയ്യപ്പാ ഇനി കൊണ്ട് കൊടുക്കുന്നു എന്തെങ്കിലും കൊണ്ടുപോകുന്നു കൊണ്ടുപോയിട്ട് ചാകുമെന്ന് ചാറ്റ് വൈ കൊണ്ട് കൊടുക്കണ്ടാണ് എന്നാൽ ആ കോഴി കൊണ്ട് ബഹുസായിന് മോനെ. എൻ്റെ അമ്മയാന്ന് നോക്കുക. ഞാൻ പിന്നെ എവിടെയെങ്കിലും പണിക്ക് പോകും. ഇവിടെ വന്നേരെ പിന്നെ പണിക്ക് പോകും. എന്നിട്ട് ആ കോഴിനെയും കൊണ്ട് പോയിട്ട് ഒരു വാങ്ങിക്കൊണ്ടേച്ച് അരപ്പേണ് വാങ്ങിക്കൊണ്ടേച്ച് രാഘവേനും അച്ഛനും ഒരു പനി വന്നു. ഇതെന്താ അരപ്പേണോണ്ട് തീർക്കലപ്പോൾ പൊന്ന് തീർക്കാൻ കഴിയുക അല്ല എൻ്റെ ഇത് പറയലാണ് ഞാൻ എന്നോട്. ആടന്ന് അത് വിറ്റ് രാഘവനെയും അച്ഛനെയും പനിയിൽ നമുക്ക് ജീവിക്കണ്ടേ. അങ്ങനെ അതിനെ കൊണ്ടുപോയി. അത് പോയാലും പിന്നെ കൊണ്ടേന് 50 അല്ല ഒരു പെണ്ണാകുന്ന വരെ ഇത്രയുള്ളൊരു പാട്ടേൻ്റെ അകത്താണ് അമ്മ ഇട്ടേക്കുക. കാവുറുപ്യ 2 ഒരെണ്ണ, കാവുറുപ്യ ഒരെണ്ണ 2. ഇതാണ് മുട്ട വിറ്റാൽ കിട്ടുക. അമ്മ പറഞ്ഞു എന്തായാലും ഞാനിൻ്റെ അത് കേരം തീർത്ത് കൊടുക്കണപ്പാന്നാണ്. ഒരു പെണ്ണ് കൊണ്ടിരുന്നു. പെണ്ണുകൊണ്ടിരുന്ന അമ്മ പറയുന്നത് അമ്മേ ചെറുപഞ്ഞിൽ ഇളയമ്മക്കില്ല 1 കാപ്പേണ് കട്ടൻ ചെയ്യുന്നു കാപ്പേണും കൂടി വാങ്ങിയിട്ട് തീർത്ത് അമ്മ ആടെ കിട്ടുന്നതാണ്. ആടെ വെച്ച് കുറേ കയ്യും പറഞ്ഞു രാവണ ആ സ്ഥലം രാവണം കൊടുക്കുന്ന ഒരു നിങ്ങളെടുത്ത് വന്നു ഉയ്യൻ്റെ രാജ്ഞാട്ടാ എവിടുന്ന് എടുക്കേണ്ട പൈസ ഇല്ലാന്ന് രാഘവൻ. ഞാനില്ലടാ ഇപ്പോൾ ഒരു പണി കൊടുത്താൽ അത് വിൽക്കുക എനിക്ക് തല എടുക്കുക. അന്നേരം പറഞ്ഞു അത് ചേച്ചി വിടൂല്ല മാഷേ. ഒരു 25 ആല് മാസം അടിക്കെത്തും പരക്കുവാനും വരും. ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കില്ല. ഇന്ത്യയിലത്തെ പോയില്ലേ ഞാൻ ഇത് കൊടുക്കൂലെന്ന്. ഒരു 25 ആല് എൻ്റെ ആങ്ങളെ പായുകയും വരികയും ചെയ്തു. മാഷുണ്ട് ഇങ്ങനെ പറയുന്നത് ചേച്ചി മാഷുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കൂലെന്ന് ഞാൻ കൊടുക്കില്ല. വയ്യ എൻ്റെ അമ്മ പറഞ്ഞു മോളെ ഞാനും ഇനി വാ തലേന്ന് പേരെടുക്കട്ടെ എന്ന് പറഞ്ഞു. ഇതെല്ലാം എൻ്റെ സത്യാവസ്ഥ. തലേന്നിങ്ങനെ പേരെടുത്തോണ്ടിരുന്നു മോളെ നമുക്ക് തലയെപ്പം കിട്ടൂലല്ലോ മോളെ പൊന്നൊന്നും തീർത്തൂലേ പൊന്നെപ്പൊങ്ങും ആവുമായിരിക്കും അതുകൊണ്ട് നീ കൊടുക്കില്ല. എന്നാലും ഞാൻ പൈര് കൊടുത്തോണ്ടും പറഞ്ഞു അതിന് കൊടുത്തപ്പാന്ന് ഞാൻ പറഞ്ഞതാണ്. കൊടുത്തപ്പാന്ന് രാഘവൻ 2ാമത്തെ പനി മാഷേ ചേച്ചി പറഞ്ഞു നീ കൊടുത്തേന്ന് ഓനൊരു പൊങ്ങല്. മാഷ പറഞ്ഞു ചേച്ചി കൊടുത്തേന്ന്. എന്നാൽ പിന്നെ ഇങ്ങെടുത്തോണ്ട മാഷേ ഇത്ര കെട്ട് പൈസ അമ്മ വെച്ചിട്ട് തേച്ച് ഒരെണ്ണ കാവുറുപ്യ ഒരെണ്ണ കാവുറുപ്യ ഇല്ലാന്ന് നീ അതിന് നാടൻ പൈസ ഇല്ലതേ അതിന് ഇങ്ങെടുത്തോണ്ടാന്ന് നീ മംഗലാപുരം പോകുമ്പം കൊടുത്തേച്ചിട്ട് കൊണ്ടുവരുന്നതാന്ന് പോയിരുന്നു കേട്ടോ. എന്നേരത്തായി ഇത് വിൽക്കുന്നതാണ്. മാഷ പറഞ്ഞാൽ എടുത്തടാ പാറയെങ്കിൽ പാറ ഇരിക്കട്ടെ എടുക്കാൻ നോക്കുമ്പോൾ തവര കണ്ണാട്ടം പറഞ്ഞു അനക്ക് മൂരീനെ വേവിക്കണം കൊടുക്കരുത് അതിനേക്കാണ് എത്രയോ പൈസ ഞാൻ തരാമെന്ന്. ഞാനേട്ടാ തവരക്കണ്ണം പൈസ തരും പോലും അല്ല പിന്നെ അമ്മുകുട്ടി ആടെ കൊടുത്താൽ പൈസ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇനി കൊടുക്കുന്നു ഞാനേട്ടാന്ന്. അത് പറയുമ്പം ഞാനും പറഞ്ഞു എന്താടാ ആ പെണ്ണിനെ കഴുത്ത് തീർക്കാൻ കൊണ്ടുവച്ച് ഞാൻ കൊണ്ടുപോയി വിറ്റ് ഞാൻ തന്നെ വാങ്ങിക്കൊണ്ട് കൊടുത്തത് ഞാൻ തന്നെ വിറ്റില്ലടാ. എന്നിട്ട് നീ ആയിക്കോട്ടെ ഞാനേട്ടാ അമ്പുകുട്ടിയാട്ടിന് എന്നാ കൊടുക്കാം എന്ന് പറഞ്ഞ്